ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് തീർത്ഥാടകർ എത്തുന്നത്. ഇത്രയും വലിയ ജനക്കൂട്ടം എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി വേണ്ടത് സുരക്ഷിതവും നല്ലതുമായ റോഡുകളാണ്. ഇത് മനസ്സിലാക്കിയാണ് പൊതുമരാമത്ത് വകുപ്പ് ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി റോഡ് വികസനത്തിനായി വലിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 450 കോടി രൂപയുടെ സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് വിവിധ റോഡുകളുടെ നവീകരണവും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നത്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ പ്രധാന ജോലികളും പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. റോഡ് വികസന ജോലികൾ ഒരുമിച്ച് നടത്താതെ 4 ഘട്ടങ്ങളായി പൂർത്തിയാക്കാനാണ് തീരുമാനം. ജൂലൈ മുതൽ നവംബർ ആദ്യവാരം വരെ ഓരോ ഘട്ടവും സമയക്രമം പാലിച്ച് പൂർത്തിയാക്കും. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ജോലി ചെയ്യുന്നതിലൂടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ പറയുന്നതനുസരിച്ച് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ പ്രധാന റോഡുകളും ജോലികളും പൂർത്തിയാക്കണം. ജോലികൾ വൈകിപ്പിക്കുന്ന കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് സമയത്ത് പൂർത്തിയാക്കുക എന്നതാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ ജോലികൾക്കൊപ്പം ഭാവിയിൽ ആവശ്യമായ പുതിയ റോഡ് വികസന പദ്ധതികളും തയ്യാറാക്കും. ശബരിമലയിലേക്കുള്ള യാത്ര ഓരോ വർഷവും കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റോഡ് നിർമ്മാണ ജോലികളുടെ പട്ടിക തയ്യാറാക്കും. അവയ്ക്ക് മുൻഗണന നൽകി ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി ആവശ്യമായ ഭരണാനുമതി, ടെൻഡർ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കും. ഈ പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് മാത്രം നടപ്പാക്കുന്നതല്ല. ദേശീയപാത അതോറിറ്റി, ജല അതോറിറ്റി തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളും ചേർന്നാണ് പ്രവർത്തിക്കുക. ഇതിനായി സംയുക്ത യോഗങ്ങൾ നടത്തും. അതോടൊപ്പം ജനപ്രതിനിധികളായ MLA-മാരുടെ പ്രത്യേക യോഗവും സംഘടിപ്പിക്കും. ഓരോ പ്രദേശത്തെയും പ്രധാന ആവശ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും. റോഡുകളുടെ നിർമ്മാണം മാത്രം പോരാ, യാത്രക്കാരുടെ സുരക്ഷയും ഒരുപോലെ പ്രധാനമാണ്. അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. ക്രാഷ് ബാരിക്കേഡുകൾ സ്ഥാപിക്കും. ആവശ്യമായ സ്ഥലങ്ങളിൽ സ്പീഡ് ബ്രേക്കുകൾ നിർമ്മിക്കും. രാത്രി യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കും. വ്യക്തമായ ദിശാസൂചനകൾ നൽകുന്ന പുതിയ സൈൻ ബോർഡുകളും സ്ഥാപിക്കും. ഇവയിലൂടെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ശബരിമലയിലേക്ക് പോകുന്ന പ്രധാന റോഡുകളിൽ പ്രത്യേക നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. റോഡുകളുടെ ഉപരിതലം കൂടുതൽ ഉറപ്പുള്ളതാക്കാൻ പുതിയ ടാറിംഗ് ജോലികൾ നടത്തും. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ ഓവുചാൽ സംവിധാനവും ഒരുക്കും. മഴക്കാലത്ത് റോഡുകൾ കേടാകാതിരിക്കാനും യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാനുമാണ് ഈ പ്രവർത്തനങ്ങൾ. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ഇടുന്നതിനായി റോഡുകൾ കുഴിച്ചിട്ടിരുന്നു. ഇതുമൂലം ചില റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ നിലയിലല്ല, കൂടുതൽ മികച്ച നിലവാരത്തിലാണ് റോഡുകൾ പുനർനിർമ്മിക്കുക. റോഡുകൾ മാത്രമല്ല, യാത്രക്കാർക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും മെച്ചപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൌസുകൾ നവീകരിക്കുന്ന ജോലികളും പൂർത്തിയാക്കും. ഇതിലൂടെ ഉദ്യോഗസ്ഥർക്കും അടിയന്തര സേവന വിഭാഗങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. എല്ലാ നിർമ്മാണ ജോലികളും പൂർത്തിയായ ശേഷം ഒക്ടോബർ അവസാനവും നവംബർ ആദ്യവും പ്രത്യേക പരിശോധന നടത്തും. റോഡുകളുടെ ഗുണനിലവാരം പരിശോധിക്കും. സുരക്ഷാ സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും വിലയിരുത്തും. എവിടെയെങ്കിലും കുറവുകൾ കണ്ടെത്തിയാൽ അവ ഉടൻ പരിഹരിച്ച ശേഷമേ റോഡുകൾ പൂർണ്ണമായി ഉപയോഗിക്കാനായി ഒരുക്കുകയുള്ളൂ. ഇതിലൂടെ തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് പരമാവധി സുരക്ഷ ഉറപ്പാക്കാനാണ് ലക്ഷ്യം. ഓരോ വർഷവും ശബരിമലയിലേക്ക് പോകുന്ന റോഡുകളിൽ ഗതാഗതക്കുരുക്കും കുഴികളും തകർന്ന ഭാഗങ്ങളും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. ഈ വർഷം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ സമയത്ത് പൂർത്തിയായാൽ യാത്ര കൂടുതൽ സുഖകരമാകാൻ സാധ്യതയുണ്ട്. നല്ല റോഡുകൾ ഉണ്ടായാൽ യാത്രാസമയം കുറയും, അപകട സാധ്യതയും കുറയും. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ്, അഗ്നിരക്ഷാ വാഹനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ വേഗത്തിലെത്താനും സാധിക്കും. ശബരിമല തീർത്ഥാടനം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ വാർഷിക യാത്രകളിൽ ഒന്നുമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ യാത്ര സുരക്ഷിതമാക്കാൻ മികച്ച റോഡ് സൗകര്യം അത്യാവശ്യമാണ്. 450 കോടി രൂപയുടെ ഈ സമഗ്ര പദ്ധതി സമയബന്ധിതമായി പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കഴിയും. റോഡുകളുടെ നവീകരണം, സുരക്ഷാ സംവിധാനങ്ങൾ, തകർന്ന ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണി, പുതിയ സൗകര്യങ്ങൾ എന്നിവ ഒരുമിച്ച് നടപ്പാക്കിയാൽ ശബരിമല യാത്രയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടും. ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഒന്ന് തന്നെയാണ്. പ്രഖ്യാപിച്ച എല്ലാ ജോലികളും നിശ്ചയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സീസൺ ഭക്തർക്ക് സുരക്ഷിതവും സുഖകരമായ യാത്ര ചെയ്യാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുമെന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.